അതിനുവേണ്ട ഏർപ്പാടൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ആരുള്ള അവിടെ? സ്റ്റാലിൻ, സ്റ്റീഫ, സുല്ലേ? ഇങ്ങനെ വെപ്രാളപ്പെടലിയ, അവരാരും വരില്ല. അടങ്ങി നിക്കളിയ, അടങ്ങി നിക്കളിയ. നിങ്ങളെല്ലാം കേസിൽ പ്രതിയാവും. ഒരാളും രക്ഷപ്പെടില്ല. കേരള പോലീസിനെ നിങ്ങൾക്കറിയില്ല. നിന്നോട് പല തവണ ഞാൻ പറഞ്ഞു എന്റെ വഴിയിൽ നിന്ന് ഒഴിഞ്ഞു പോയാൻ. ഒരു പാവം പെൺകുട്ടിയും കുടുംബത്തെയും ഭയപ്പെടുത്തി കൊല്ലാക്കൊല ചെയ്യരുതെന്ന് ഞാൻ ആവർത്തിച്ച് പറഞ്ഞു നിന്നോട്. പക്ഷെ നീ കേട്ടില്ല. അവൾക്ക് വിവാഹം ആലോചിച്ച ഒരുത്തനെ നീ കൊന്നു. എന്നിട്ട് നിന്നെ ഞാൻ നിയമത്തിന്റെ വഴിക്ക് വിട്ടു. ഇപ്പോ ഞാൻ പ്രാണനെ പോലെ സ്നേഹിക്കുന്ന എന്റെ ഭാര്യയെ നീ കൊല്ലാൻ നോക്കി. അത് ക്ഷമിക്കാൻ എനിക്കാവില്ല. വേണ്ട വേണ്ട, അതെനിക്കൊരു അബദ്ധം പറ്റിയതാ. ഞാൻ ജ്യോതിയെ ടാർഗറ്റ് ചെയ്തിട്ടില്ല. പറ്റിപ്പോയി. നിന്നോട് ഞാൻ ഒരുപാട് തവണ ദയ കാണിച്ചു. എന്റെ മരുമകളുടെ സഹോദരനെ കൊന്നതിന്റെ ചോരക്കര എന്റെ കയ്യിൽ വേണ്ടാന്ന് ഞാൻ വിചാരിച്ചു. അതുകൊണ്ട് മാത്രമാ ഇത്രയും കാലം നീ ജീവിച്ചത്. ഇത് പക്ഷെ എനിക്ക് ക്ഷമിക്കാവുന്നതിന്റെ അപ്പുറത്തായിപ്പോയി അവിനാഷ്. ഇതിനുള്ള ശിക്ഷ നീ അനുഭവിച്ചേ തീരൂ. ചെയ്യരുത്, ചെയ്യരുത്. മതി. ഞാൻ ഒന്നിനും വരില്ല, ഒന്നിനും വരില്ല. വരരുത്. ഇല്ല. ഞാൻ പ്രിയക്കൊരു വാക്ക് കൊടുത്തിട്ടുണ്ട്. ഒന്നുകിൽ രാജീവന്റെ കേസിൽ നീ ജയിലിൽ പോയി കഴിഞ്ഞ്, അല്ലെങ്കിൽ രണ്ട് കാലിൽ എഴുന്നേറ്റ് നിൽക്കാൻ സാധിക്കാത്ത വിധത്തിൽ നിന്നെ കിടത്തിയിട്ട് എന്നിട്ടേ അവളുടെ കല്യാണത്തിന്റെ തീയതി തീരുമാനിക്കുമെന്ന്. ഇനിയിപ്പൊ കേസ് തീരാൻ ഒരുപാട് നാളെടുക്കും. അതിനേക്കാൾ എളുപ്പം ഇതാ. ഇവനെന്താ ഫോൺ എടുക്കാത്തത്? അമ്മ, ആ ശ്രീറാമിനെയോ ഗോകുലിനെയോ ആരെങ്കിലും വിളിച്ചു നോക്കോ? വന്നല്ല. ഏട്ടാ, ഏട്ടനെന്താ ഫോൺ എടുക്കാഞ്ഞേ? ഞങ്ങൾ എത്ര വട്ടം വിളിച്ചു എന്നറിയോ? എഴുന്നേക്ക്, എണീക്കാൻ. എടാ, ട്രിപ്പ് കിടക്കുന്നത് കണ്ടില്ലേടാ? ഡോക്ടർ ആരെങ്കിലും കണ്ട വഴക്ക് പറയും. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. എനിക്ക് പിടിക്കില്ലേടാ, അവിടെയാടാ മുറിവിരിക്കുന്നത്. ഞാൻ നോക്കിക്കോളാമേ. നീ ഇത് എങ്ങോട്ടുണ്ടോ ഇവിടെ? എടാ, അവക്ക് സുഖമില്ലാത്താടാ. ഇവക്ക് ഒരു കുഴപ്പമില്ല. അവളുടെ അസുഖം ഇപ്പൊ മാറിക്കോളും. ഈ പറയുന്നേ. ഇങ്ങോട്ട് ഇരുന്നേ. എടാ, നീ ഒന്ന് പറഞ്ഞിട്ട് പോടാ. നീ ഇവിടെ എവിടേക്ക് കൊണ്ടുപോവാ? എല്ലാം ഞാൻ വന്നിട്ട് പറയാം. എടാ, ഇവന്റെ ഒരു കാര്യം. എന്റെ ദൈവമേ, ഞാൻ എന്താ കേക്കുന്നേ? നിങ്ങൾ പറഞ്ഞ സത്യമാണോ മനുഷ്യ? അതോ വല്ല സ്വപ്നവും കണ്ടേണോ? ഒരു സ്വപ്നമല്ല, പരമമായ സത്യം. പോലീസ് സ്റ്റേഷനിൽ കയറിയ DK അവന്റെ കൈയും കാലും തല്ലി ഓടിച്ചത്. എന്നിട്ട് അവിടെ നിന്ന് വാരിയെടുത്ത് ആശുപത്രി കൊണ്ടാക്കുകയും ചെയ്തു. അതും ഏത് ആശുപത്രിയില്ല? ഏത് ഹോസ്പിറ്റലിലാ? നമ്മുടെ ജ്യോതിമോള് കിടക്കുന്ന അതേ ആശുപത്രിയിൽ, തൊട്ടടുത്ത മുറിയില്. അസലായി. അവൻ അങ്ങനെ തന്നെ വേണം.
അവൻ എന്താ വിചാരിച്ചത്? എല്ലാ തവണയും DK അവനോട് ക്ഷമിക്കുമെന്നോ? ജ്യോതിമോളുടെ ദേഹത്തൊരു പോറൽ വീണ അവനത് സഹിക്കുവോ? ഇനി സമാധാനമായിട്ട് പ്രിയയുടെ കല്യാണം നടത്തണം. ഇനി ഉടനെ ഒന്നും അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല സുധേട്ടാ, ഈ പോലീസ് സ്റ്റേഷനകത്ത് കയറി ഒരു പോലീസ് ഓഫീസറെ തല്ലി ഈ പരുവാക്കാന്ന് വെച്ചാ DKക്കെതിരെ കേസ് വരില്ലേ? അതൊക്കെ DK നോക്കിക്കോളും. നമ്മൾ അതിനെ കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല. പിന്നെ കാര്യങ്ങളൊക്കെ നോക്കാൻ കമ്മീഷനും മറ്റുള്ളവരൊക്കെ ഉണ്ടല്ലോ. ഓരോ രാത്രിയിലും ഞാൻ ഉറങ്ങിയിരുന്നത് പുകയുന്ന മനസ്സുമായിട്ടാ. സ്വന്തം മകളുടെ ഭാവി എന്താകുമെന്ന് ആലോചിച്ച് ഉറക്കമില്ലാത്ത രാത്രികളാണ് ഞാൻ കഴിച്ചു കൂട്ടിയത്. ഇതുപോലെ ദുരന്താവസ്ഥയിൽ കിടക്കുന്ന ഒരാളുടെ പേരില് സന്തോഷിക്കാൻ പാടില്ലാത്തതാ. പക്ഷെ എനിക്കിപ്പോ സന്തോഷമാണ്. സന്തോഷം എന്ന് പറഞ്ഞാൽ സന്തോഷത്തിന്റെ ഒരു കടലാ എന്റെ ഉള്ളിലല്ല ഇടിക്കുന്നു. എനിക്കവന്റെ കിടപ്പൊന്ന് കാണാൻ കൊതിയാവുന്നു സുധേട്ടാ. കൈയും കാലും പ്ലാസ്റ്റർ ഇട്ട് കെട്ടിത്തൂക്കി ഏതോ ഒരു സിനിമയില് പണ്ട് ജഗതി ശ്രീകുമാർ അങ്ങനെ കിടക്കുന്ന ഒരു കാഴ്ച ഞാൻ കണ്ടിട്ടുണ്ട്. എന്റെ ഈശ്വര, ഇവനെ അങ്ങനെ ഒരു അവസ്ഥയില് നീ കിടത്തി തന്നല്ലോ. നീ വലിയവനാ, കരുണയുള്ളവനാ. അല്ല സുധേട്ടാ, നമുക്ക് അവനെ ഒന്ന് കാണണ്ടേ? പിന്നെ കാണണ്ടേ? ഇത്രയും കാലം അഹങ്കാരത്തിന്റെ ഗർവോടെ നമ്മളെയൊക്കെ ഭീഷണിപ്പെടുത്തിയവൻ എന്താ നോക്കുന്ന? ഏയ് ഒന്നുമില്ല. ഞാൻ മരിച്ചു പോകുന്ന വിചാരിച്ചു അല്ലേ? ഇങ്ങനൊന്നും പറയരുത്. തമാശയാണെങ്കിലും അത് കേൾക്കാൻ പോലും എനിക്കിഷ്ടമല്ല. പക്ഷേ അതൊരു സത്യമല്ലേ ഏട്ടാ? അപ്രിയ സത്യങ്ങൾ കേൾക്കാൻ ആർക്കും ആഗ്രഹം ഉണ്ടാവില്ല. എനിക്കും അങ്ങനെ തന്നെയാ. നീയില്ലാത്തൊരു ദിവസത്തെ കുറിച്ച് പോലും എനിക്കിപ്പോ ചിന്തിക്കാൻ കഴിയില്ല. നീ എന്താ ചിരിച്ചത്? ഈ പറയുന്ന ആള് പണ്ടെന്നെ എത്ര വട്ടം ജീവിതത്തിൽ നിന്ന് ഇറക്കി വിട്ടിട്ടുണ്ടെന്ന് ആലോചിച്ചപ്പോ ചിരിച്ചു പോയതാ. അതന്നല്ലേ, ആ കാലം കഴിഞ്ഞു. ഇപ്പൊ അതെല്ലാം ഏതോ ജന്മത്തിൽ കഴിഞ്ഞുപോയ ഓർമ്മകളായി മാറിക്കഴിഞ്ഞു. ഇത് മൂകാംബികാദേവി തന്ന പുതിയ ജന്മ. പക്ഷേ മരണം ഒരു സത്യ. മനുഷ്യരായി ജനിക്കുന്നവർ ആരായാലും ഒടുവിൽ അവിടേക്ക് ചെന്നെത്തിയല്ലേ പറ്റൂ. എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. വീണ്ടും വീണ്ടും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുന്ന എന്തിനാ? എന്തായാലും ഏട്ടനുടനെ ജയിലിൽ പോകേണ്ടി വരും. എന്തിന്? ഞാനെന്തിനാ ജയിലിൽ പോകുന്നത്? അത് ശരി, ഒന്നും അറിയില്ലല്ലേ? ആ പാവ അവിനാശിന് എന്താ അപ്പുറത്തെ മുറി ചെയ്തിട്ടിരിക്കുന്നത്? ഡ്യൂട്ടിയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥനെ പോലീസ് സ്റ്റേഷനിൽ കയറി 2 കാലും 2 കൈയും തല്ലി ഒടിച്ച് കൊല്ലാൻ നോക്കി. വധശ്രമല്ലേ? പോലീസിന് വധശ്രമത്തിന് കേസെടുത്തൂടെ? അപ്പോ ജയിലിൽ പോവില്ലേ? ഞാൻ ഒറ്റയ്ക്ക് പോവില്ല. പോകുന്നെങ്കിൽ നിന്നെയും കൊണ്ടേ പോവും. ഒറ്റയ്ക്ക് അങ്ങോട്ട് പോയാ ഞാൻ ബോറടിച്ച് മരിക്കും. എന്നാലും എന്തൊരു അടിയായിട്ടാ ആ പാവത്തിനെ അടിച്ചത്. കഷ്ടം. മര്യാദക്കൊന്ന് എണീക്കാൻ പോലും പറ്റില്ല. ഏതോ ഒരു സിനിമയില് ഇങ്ങനൊരു സീൻ ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോഴും അപ്പൊ ശരി, കല്യാണത്തിന് ഞാൻ ക്ഷണിക്കുന്നില്ല. ഈ അവസ്ഥയില് നിനക്കെന്തായാലും പങ്കെടുക്കാൻ പറ്റില്ലല്ലോ.
നിനക്കുള്ള ഒരില ചോറ് ഏതെങ്കിലും ചാവാരി പട്ടിക്ക് കൊടുത്തേക്കാൻ ഞാൻ. അച്ഛാ പോ നമുക്ക്. പോവാമോളെ. ഈ കാഴ്ച ഒന്ന് എന്റെ മോളെ കാണിക്കാൻ വേണ്ടിയാ ഞാൻ അവളെയും കൂട്ടി ഇങ്ങോട്ട് വന്നത്. ഈ കാഴ്ച മനസ്സ് നിറഞ്ഞു കണ്ടാലേ ഇവൾക്ക് സന്തോഷത്തോടെ മണ്ഡപത്തില് മറ്റൊരു പുരുഷന്റെ ഭാര്യയാൻ കഴിയും. പോട്ടടാ നായേ. വാ മോളെ. അപ്പൊ ശരി, നമ്മൾ തമ്മിൽ ഇനി ഈ ജീവിതത്തില് പരസ്പരം കാണില്ല. കാണരുത്, മനസ്സിലായോടാ ചേറ്റെ? വെക്കോ, എവിടെ വേണം വെക്കോ, പക്ഷെ ഞാൻ വരും, എങ്ങനെയും വരും. നിന്റെ കല്യാണം ഞാൻ മുടക്കിയിരിക്കോടി. നോക്കിക്കോ, വരുവടി. സാറേ സാറേ ഞാൻ വരും. പോട്ടെ സാറേ, ഇരുന്നോടി. പോട്ടെ സാറേ, ഞാൻ വരുവടി. പോട്ടെ സാറേ. സാറിനെ കൊച്ചിനെ വിധിച്ചിട്ടില്ല എന്ന് കരുതിയാ മതി. പോടാ അവിടുന്ന്. സാറേ എനിക്കുള്ള വേണം. സാറേ, സാറേ എനിക്കുള്ള വെള്ളം വേണം. കുടിക്കാതെ സാറേ. സാറേ അവക്ക് വേണ്ടി ഞാൻ ഈ ഇല്ലൊക്കെ അവസ്ഥയിലായത്. വാരി കൂട്ടി കെട്ടി വെച്ചിരിക്കാ സാറേ. സാറേ സമാധാനിക്ക് സാറേ. സാറേ സാറേ കൊല്ലണടാ അവളെ. ഒന്നുമില്ല സാറേ, കൊല്ലണം. ഒന്നുമില്ല. അവക്ക് വേണ്ടിയല്ലടാ ഞാൻ ഈ അവസ്ഥയിലായത്. അവള് പറഞ്ഞു കേട്ടോ നീ? നടക്കൂല. എടീ, മൈലിറ്റിൽ കണ്ണ, നീ എന്നെ അങ്ങനെ കൈവിടില്ലെന്ന് എനിക്ക് അറിയാമായിരുന്നു. ഇപ്പോഴാ എന്റെ ലൈഫ് അത് നേരെയായത്. എന്റെ ചോദ്യമോൾക്ക് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ ഈ വീടിപ്പോ മരണ വീടായി മാറിയേനെ. ഈ വീടിന്റെ സങ്കടവും സന്തോഷവും എല്ലാം നീ തന്നെയാ കണ്ണ. എന്റെ ചോദ്യമോടെ തൊട്ടടുത്തവരെ ആ കത്തി തുളച്ച് കേറിയതാ. എന്നിട്ടും അവക്കൊന്നും പറ്റാതെ നീ കാത്തല്ലോ. യു ആർ ഗ്രേറ്റ് മൈ കണ്ണ, യു ആർ ഗ്രേറ്റ്. നീ അങ്ങനെ കൈവിടില്ലെന്ന് എനിക്കറിയാം. പരാതി പറയാനും പരിഭവം പറയാനും എനിക്കാകെ നീയല്ലേ ഉള്ളൂ. മൈ ലിറ്റിൽ കണ്ണ, ഇനിയെങ്കിലും ദയവ് ചെയ്ത് ഇനി ദുരിതങ്ങളൊന്നും ഈ വീട്ടിൽ ആർക്കും നൽകല്ലേ എന്റെ കണ്ണ. എന്തായാലും ഒന്നും പറ്റാതെ എന്റെ ചോദ്യമോളെ നീ എനിക്ക് തിരിച്ചു തന്നല്ലോ. താങ്ക്സ് കണ്ണ, വെരി വെരി താങ്ക്സ്. എന്താടാ അവിനാഷേ, സുഖാണോ? പിന്നെ ഇതിനകത്ത് നല്ല സുഖമായിരിക്കും അല്ല സാറേ? അതെ, നല്ല സുഖമാ. സാറ് ഡീക്കൊരാളല്ലേ, അവൻ പറഞ്ഞിട്ട് വന്നായിരിക്കും. ഇല്ലടോ, ഞങ്ങൾ ഇതിന്റെ മൊഴിയെടുക്കാൻ വന്നതാ. എന്തു മൊഴി സാറേ? സാറിന് അറിയാത്തൊന്നും അല്ലല്ലോ. അതല്ലടോ, കാര്യം എന്താണെന്ന് വെച്ചാ സ്റ്റേഷനിൽ വെച്ച് ഇങ്ങനൊരു സംഭവം നടന്നിട്ടില്ലെന്ന് പോലീസുകാർ പറയുന്നത്. ഒരാളും സാക്ഷി പറയുന്നില്ല. അപ്പൊ പിന്നെ എന്ത് ചെയ്യും? സാറെനിക്കിട്ട് പണിയാൻ വന്നതാ അല്ലേ സാറേ? ഞാനേ സർക്കസിന്റെ ട്രിപ്പീസിൽ നിന്ന് താഴെ വേണം സാറങ്ങ് എഴുതിക്കോ. കഴിഞ്ഞല്ലോ. എടോ, താൻ ചൂടാവണ്ട. സത്യം എനിക്കറിയാം. ഞാൻ വേണമെങ്കിൽ DKക്കെതിരെ കേസെടുക്കാം, സ്റ്റേഷനിൽ കയറി തല്ലിയതിന്. ഓ, പക്ഷേ സാക്ഷികളില്ലെങ്കിൽ കുഴപ്പവും. എനിക്ക് പരാതി ഇല്ലെന്റെ സാറേ. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ അവിനാശേ? ഒന്നുമില്ലെങ്കിലും നമ്മളെല്ലാം ഈ യൂണിഫോം ഇടുന്നവരല്ലേ? സാറ് പോ സാറേ, എനിക്കൊരു പരാതിയില്ല. പക്ഷേ ഞാൻ ഇതിനകത്തുനിന്ന് എന്തെങ്കിലും പുറത്തിറങ്ങുമെന്ന് സാറ് കൂട്ടുകാരനോടൊന്ന് പറഞ്ഞേരെ. ഡോ, എനിക്ക് പരാതിയില്ല സാറേ. അപ്പൊ ശരി, അങ്ങനെ എഴുതിക്കും. ശരി സാർ. ഇറങ്ങട്ടെ അവിനാശേ, കാണാം. ഓ, തെളിവുണ്ടാക്കാൻ വന്നേക്കുന്നു. എന്നോടാ കളി. ഈ പോലീസുകാർ ഇത്രയ്ക്ക് കണ്ണിച്ചോരയില്ലാത്തവന്മാരായി പോയല്ലോ സാറേ. ഞങ്ങള് ഗുണ്ടകള് ഇതിനേക്കാളും ഭേദമാ, പരസ്പരം ചതിക്കത്തില്ല. വെട്ടി കൊല്ലത്തേ ഉള്ളൂ സാറേ. കഴിക്കും സാറേ. കൊണ്ടുപോടാ. ഓ, നിന്റെ ബ്രെഡും പാലും അതെടുത്ത് നീ കേറ്റിക്കോ.
നമസ്കാരം കൊച്ചേ. സാറേ, എനിക്ക് വേണ്ടെന്ന് പറഞ്ഞതല്ലടാ. അയ്യോ അതല്ല സാറേ, നീ ആരാ വന്നിരിക്കുന്നത് നോക്കിയേ. നീ എന്നാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ഞാൻ ചത്തെന്നറിയാനാണോ? ദുഷ്ടന്മാരെ ദൈവം ആകാശം മുട്ട വളർത്തുന്നല്ലേ പറയുന്നത്. അപ്പൊ പിന്നെ നിങ്ങൾ അങ്ങനെ ഒറ്റയടിക്കൊന്നും ചാവത്തില്ലെന്ന് എനിക്കറിയാം. ഞാൻ ഈ കഞ്ഞി തരാൻ വന്നതാ. ആ അത് നന്നായി. ബ്രെഡ് വേണ്ടെന്നാ സാറ് പറയുന്നേ. ചിലപ്പോ കഞ്ഞി വേണമായിരിക്കും. എടാ, എനിക്ക് വേണ്ട, എനിക്കൊന്നും വേണ്ട. അയ്യോ, അങ്ങനെ പറയല്ലേ എന്റെ പൊന്നാങ്ങളെ. ഇത് കഴിച്ച് നിങ്ങൾ ആരോഗ്യത്തോടെ തിരിച്ചു വരുന്നത് കണ്ട് സന്തോഷിക്കാനുള്ള മനസ്സൊന്നും ഇപ്പൊ ഈ ചിത്രക്കില്ല. ഇപ്പൊ എങ്ങനെയുണ്ട്? പെയിൻ കുറവുണ്ടോ? ഇന്ന് അല്പം കുറവുണ്ട്. ഡി കെ എവിടെ? എനിക്ക് കഞ്ഞിയും ചമ്മന്തിയും കൊണ്ടുവരാൻ താഴേക്ക് പോയിരിക്കാം. ഷോ, എന്നെ ഒന്ന് വിളിച്ചാ മതിയായിരുന്നു. പാവൻ ഡി കെ. അതിപ്പോ എല്ലാം സ്വയം ചെയ്യണമെന്ന വാശിയുള്ളത് പോലെയാ ഓരോന്നും ചെയ്തു കൂട്ടുന്നത്. അല്ല, ആശുപത്രിയിലെ കാര്യം എന്തെങ്കിലും അറിഞ്ഞായിരുന്നോ? ഇല്ല, ഞാൻ അതിനെക്കുറിച്ചൊന്നും അന്വേഷിച്ചില്ല. അയാളത് അർഹിക്കുന്നുണ്ട് ജ്യോതി. ഇനിയെങ്കിലും പ്രിയയുടെ കല്യാണം സമാധാനത്തോടെ നടത്താലോ. ജ്യോതിയുടെ അച്ഛനും അമ്മയും എത്ര നാളായിട്ട് ആഗ്രഹിക്കുന്നത്. പച്ചമാംസത്തിൽ കത്തി കുത്തിയിറക്കിയതല്ലേ? സത്യത്തിൽ അവൻ പ്രിയയെ കൊല്ലാൻ തന്നെ നോക്കിയതായിരുന്നു അല്ലേ ജ്യോതി? അതെ. വികൃതമായ മനസ്സും ചിന്തയുമുള്ള ഒരാൾക്ക് മാത്രമേ ഇങ്ങനെയൊക്കെ ചിന്തിക്കാനും പ്രവർത്തിക്കാനും കഴിയൂ. താൻ ആഗ്രഹിച്ചത് സ്വന്താക്കാൻ പറ്റിയില്ലെങ്കിൽ അതിനെ ഇല്ലാതാക്കാനുള്ള മനസ്സ് സാധാരണ മനുഷ്യർക്കുണ്ടാവുന്ന ഒന്നല്ല. അത്രയ്ക്ക് ദുഷ്ടനായ അയാള്. ഞാൻ ഇന്നലെ അവിനാശിനെ കണ്ടിരുന്നു. ഇപ്പോഴും വാശിക്ക് കുറവൊന്നുമില്ല. ഞാൻ പിന്മാറിയില്ലെങ്കിൽ എന്നെ കൊല്ലുമെന്ന ഭീഷണി. രണ്ടു കാലിൽ എഴുന്നേറ്റ് കിടക്കാൻ വയ്യ. എന്നിട്ടും ഇതാണ് ചിന്ത. കല്യാണം പ്രിയ പറഞ്ഞതുപോലെ വളരെ ലളിതമായിട്ട് നടത്തിയാൽ മതി. ഞങ്ങൾക്കും അത് തന്നെയാ താല്പര്യം. സത്യത്തില് നാട്ടുകാരെയും ബന്ധുക്കളെയൊക്കെ വിളിച്ച് നന്നായിട്ട് കല്യാണം നടത്തണമെന്നാ ഏട്ടന്റെ ആഗ്രഹം. അക്കാര്യമൊന്ന് സംസാരിക്കാൻ കൂടിയാ നിങ്ങളോട് വരാൻ പറഞ്ഞത്. പ്രിയയുടെ അഭിപ്രായം അങ്ങനെ തന്നെ ഇരിക്കട്ടെ. അത് അവളെ പറഞ്ഞ് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. നമുക്ക് ഏതെങ്കിലും ഓഡിറ്റോറിയത്തിൽ വെച്ച് ചടങ്ങ് കുറച്ചുകൂടി ഗംഭീരമായിട്ട് നടത്തിയാലോ? അത് വേണ്ട ഡി കെ. വിവാഹത്തിന് സമ്മതിച്ചെങ്കിലും പ്രിയയ്ക്ക് അനുഭവിക്കേണ്ടി വന്ന വേദനകളുടെ ആഴം നമ്മൾ മറക്കരുത്. ഒരു സാധാരണ പെൺകുട്ടിക്ക് താങ്ങാനാവുന്ന കാര്യങ്ങളല്ല ഇതുവരെ അനുഭവിച്ചു തീർത്തത്. ജയപ്രകാശ് പറഞ്ഞത് 100% ശരിയാ. ജയപ്രകാശിനെ പോലെ അവളെ മനസ്സിലാക്കുന്ന ഒരാളെ ലൈഫ് പാർട്ട്ണറായി കിട്ടിയതുകൊണ്ടാ അവൾ ഈ കല്യാണത്തിന് സമ്മതിച്ചത് തന്നെ. അവളുടെ മനസ്സിനേറ്റ മുറിവുകൾ ഇതുവരെ ഉണങ്ങിയിട്ടില്ല. ആളുകളെ അഭിമുഖീകരിക്കാൻ തന്നെ അവൾക്ക് പ്രയാസം. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ തന്നെ തീരുമാനിക്കുന്നല്ലേ ഏട്ടാ നല്ലത്. ആർഭാടമല്ല ഒഴിവാക്കാം. കുടുംബക്ഷേത്രത്തിന് മുന്നില് ദൈവങ്ങളെ സാക്ഷിയാക്കി ഒരു താലികെട്ട്, അത്രയും മതി. അവര് സന്തോഷത്തോടെ ജീവിക്കണം, അത്രേ ഉള്ളൂ. ഇതിൽ ജയപ്രകാശിന്റെ അഭിപ്രായം എനിക്ക് കേൾക്കേണ്ടത്. അല്ല, ബന്ധുക്കളൊന്നും നാളെ നിങ്ങളെ കുറ്റം പറയരുത്. എന്റെ അഭിപ്രായം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞല്ലോ. പ്രിയയുടെ ഇഷ്ടം മാത്രം തൽക്കാലം നമുക്ക് നോക്കിയാൽ മതി. തലവേദനിക്കുന്നു. എന്താ ആ എന്താ അവിടെ? ഒന്നുമില്ല. വാട്ട് ഈസ് ദ മാറ്റർ മൈ ഡിയർ സൺ? നീ എന്തിനാ അവളെ ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്യുന്നത്? എടാ, അവക്ക് വയ്യാതിരിക്കുവല്ലേ? അതിന് ഞാൻ മുടി കെട്ടി കൊടുക്കുമല്ലേ? നീ എന്തിനാ അവളെ ഇങ്ങനെ വഴക്ക് പറയുന്നത്? അമ്മ ഇത് കണ്ടില്ലേ അമ്മേ? എന്റെ മുടി ഒന്ന് ഞാൻ പിന്നെ കേട്ടാൻ പറഞ്ഞതാ. നീ നോക്കിയാ കെട്ടിവെച്ചിരിക്കുന്നത് ഒരുമാതിരി
കുഴച്ചു വെച്ചിരിക്കുക പൊറോട്ട മാവ് പോലെ. ഇവൻ കെട്ടിയതാ? അല്ലടാ, ഇവൻ കെട്ടിയതാ? എടാ, അറിയാൻ മേലത്തെ പണിക്ക് പോരുത്, മനസ്സിലായോ? ഭാര്യയുടെ മുടി ഭർത്താവ് കെട്ടിക്കൊടുക്കുന്നത് ഒരു നല്ല കാര്യം തന്നെയാ. പക്ഷെ അത് നീ പഠിക്കണം. ഞാൻ കാണിച്ചു തരാം. അമ്മ കെട്ടണ്ട, പറഞ്ഞാ മതി, ഞാൻ കെട്ടിക്കോളാം. എടാ, ഇത് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റത്തില്ല. അമ്മ കാണിച്ചു തരാം. ഓ എന്റെ ഏട്ടാ, അമ്മ പറഞ്ഞാ മതി, ഞാൻ കെട്ടിക്കോളാം. എടാ, നീ നേരെ മാറിക്കേ, ഞാൻ കെട്ടിക്കൊടുക്കാം. നീ മാറ്. അതെ, നിർത്തി നിർത്തി നിർത്തി. അമ്മ ഒന്ന് കെട്ടിക്കേ. എന്റെ ഒരു കാര്യം. എടാ, ഇങ്ങനെയാണോ അവിടെ മുടി കെട്ടി വെക്കുന്നേ? ആ ചീപ്പ് ഇങ്ങോട്ട് എടുത്തേ. അതല്ല, മറ്റേ ചീപ്പ്. ആ, നോക്കിപ്പൊടി എങ്ങനെ മുടി കെട്ടുന്നതെന്ന്. അമ്മേ, എന്നെ മോളെ എന്നെ കണ്ണുരുട്ടി കാണിക്കുന്നുണ്ട് കേട്ടോ. അതിന്റെ അച്ഛൻ വിളിക്കുന്നു. നിന്റെ ഫാദറിലെ അല്ലേ യു സ്പീക്കിംഗ്? ഹലോ അങ്കിളെ. മോനെ, ജ്യോതിമോൾക്ക് സുഖല്ലേ? വേദനയൊക്കെ കുറവുണ്ടല്ലോ അല്ലേ? അങ്കിളെ, അവൾക്ക് ഒരു കുഴപ്പമില്ല. ഇതാ ഇവിടെ പാട്ടൊക്കെ കേട്ട് നല്ല ഭംഗിയായിട്ട് ആസ്വദിച്ചിരിക്കുക. പാട്ട് കേൾക്കുന്നാ? അച്ഛാ, ഏട്ടൻ വെറുതെ പറയാണേ, ഞാനിവിടെ പാട്ടൊന്നും കേൾക്കുന്നില്ല. അല്ലെങ്കിൽ ഈയിടെയായിട്ട് ഇവൾക്ക് ഭയങ്കര അഹങ്കാരം കൂടിയിട്ടുണ്ട്. ചില കാര്യങ്ങൾക്ക് കള്ളം പറയുകയും ചെയ്യും. ഇവിടെ പാട്ടും കേട്ടങ്ങനെ സുഖിച്ചങ്ങിരിക്കുക. എന്നിട്ട് ആ അമ്മയെ കൊണ്ട് മുടി കെട്ടിക്ക. മോനെ, ഞാൻ വേറൊരു കാര്യം പറയാൻ വേണ്ടി അങ്ങോട്ട് വിളിച്ചത്. കല്യാണത്തിന് ഇനി 1 മാസമല്ലേ ഉള്ളൂ. കത്തടിക്കുകയും ക്ഷണിക്കുകയും ഒക്കെ വേണം. കാര്യമൊന്നും ആലോചിക്കാനാ. അതൊക്കെ അങ്കിളുടെ ഇഷ്ടം പോലെ ചെയ്താൽ മതി. പിന്നെ എല്ലാ കാര്യത്തിനും ജയപ്രകാശിന്റെ കുടുംബമായിട്ടൊന്ന് ആലോചിക്കണം. അത് മാത്രം ചെയ്താൽ മതി. ഓ, ശരി മോനെ. അപ്പൊ എല്ലാരുമായിട്ടൊന്ന് ആലോചിച്ചിട്ട് നാളെ വിളിക്കാം. ശരി അങ്കിളെ. ശരി, ഓക്കെ. ഓക്കേ, നോക്കണ എങ്ങനെയുണ്ടെന്ന്. ആ, കണ്ട ഇങ്ങനെയാണോ മുടി കെട്ടി വെക്കുന്നത്? ഇതാണോ അമ്മയുടെ വലിയ സ്റ്റൈൽ? ഇതിനെന്താ കുഴപ്പം? ഇതൊട്ടും കൊള്ളില്ല. എന്നാ പെണ്ണേ, നീ തന്നെ അങ്ങോട്ട് കെട്ടിവെക്ക്. കേട്ടറാ? അത് ശരി. ഞാൻ കട്ടപ്പെട്ട് കെട്ടി വെച്ചതും പോരാ, അവൻ കെട്ടിക്കോളാം. ആ ശരി, അവൻ തന്നെ അങ്ങോട്ട് കെട്ടട്ടെ. അങ്ങോട്ട് കേടാ. അവന്റെ ഭാര്യയുടെ മുടി കെട്ടി വെച്ചതും പോരാ, അതിന്റെ ഒരു കുറ്റവും. നീ തന്നെ കെട്ടിക്കൊടുത്തു. അല്ല പിന്നെ ഒരു മുടി കെട്ടുകാരൻ. എന്ത് പണിയായിട്ടേ കാണിച്ച്? അമ്മ പിണങ്ങി പോയ കണ്ടില്ലേ? ആ, ഓക്കോട്ടെ, ഞാൻ കെട്ടിത്തരാം. നീ അങ്ങോട്ട് നീങ്ങിരുന്നേ. അവിടെ നിന്ന് കെട്ടിക്കൊണ്ടേ ശരിയാവട്ടെ. വേണ്ട 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 വേണ്ട, കെട്ടണ്ട. വേണ്ടെങ്കി വേണ്ട. ഒരു മാസം കൊണ്ട് ഒക്കെ നമുക്ക് ശരിയാക്കിയെടുക്കാം. അപ്പൊ ശരി സാറേ, ഞാൻ ഇറങ്ങട്ടെ. പെട്ടെന്ന് വരണേ. വരാം. ആള് മിടുക്കനാ സാറേ. പറഞ്ഞതുപോലെ ചെയ്യും. വൈദ്യര് പറഞ്ഞ പോലെ ചെയ്താൽ മതിയായിരുന്നു. ഇനി 1 മാസം കൊണ്ട് പ്രിയയുടെ കല്യാണത്തിന്. അതിനു മുൻപ് എനിക്കിവിടെ എണീക്കണം. കയ്യും കാലും വെച്ച് കെട്ടിട്ടാണെങ്കിലും ഞാൻ ആ മണ്ഡപത്തിലെത്തും. കൊല്ലം ഞാൻ അവളെ. അവസ്ഥയിലാക്കിയവളെ ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ആശാലതെ, കുറച്ച് വെള്ളം എടുത്തുണ്ടോ കുടിക്കാൻ? ഡേയ് ആശാലതെ, കുറച്ച് വെള്ളം എടുത്തുണ്ടോ കുടിക്കാൻ? വരുന്നു.
എന്തേ നടന്ന് ക്ഷീണിച്ചോ നിങ്ങള്? ക്ഷേത്രത്തിലെ കാര്യങ്ങൾ ഒരുവിധം ഏർപ്പാടാക്കി, സദ്യയുടെ കാര്യങ്ങൾ ഏൽപ്പിച്ചു. ബാക്കി വേണ്ടതൊക്കെ ആ കുട്ടമ്പിള്ള നോക്കിക്കോളൂ. ഈ സമയത്ത് അയാൾ കൂടെ ഉള്ള ഒരു ആശ്വാസമാണ്. പിന്നെ അവന്റെ കൈയും കാലും ഒന്നും ഈ അടുത്ത കാലത്ത് നേരെ ആവത്തില്ലെന്നുള്ളത് ഒരാശ്വാസം. പരിശോധിച്ച ഡോക്ടർക്ക് കാലിന്റെയും കൈയുടെയും പൊട്ടിപ്പോയ എല്ലുകളുടെ എണ്ണം കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ലെന്നാ പറയുന്നത്. എല്ലാം കൂടെ വാരി കെട്ടി പ്ലാസ്റ്റർ ഇട്ടാ വിട്ടിരിക്കുന്നത്. അതെ, ഇതിലും ഭേദം DK അവനെ കൊല്ലുന്നതായിരുന്നു. അച്ഛനങ്ങനെ സന്തോഷിക്കൊന്നും വേണ്ട. ചെകുത്താന്റെ ജന്മം അവന്റേത്. വെട്ടി മുറിച്ചാലും നിമിഷ നേരം കൊണ്ട് മുറികൂടി വരുന്ന വിദ്യയുണ്ട് ആ ചെകുത്താന്റെ കയ്യില്. ഓ പിന്നെ ഊറിക്കൂടി വന്നു. അവൻ ഇനി നടുവ് നിർത്തി ഒന്ന് നടക്കണമെങ്കിൽ മിനിമം 2 കൊല്ലെങ്കിലും പിടിക്കും. ചികിത്സിച്ച ഡോക്ടർമാർ അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അപ്പോഴേക്കും നിനക്ക് കല്യാണവും കഴിഞ്ഞ് കുഞ്ഞുങ്ങളുമായി സന്തോഷത്തോടെ സമാധാനത്തോടെ നീ ജീവിക്കും. പിന്നെ നിന്റെ പരിസരത്തെങ്ങും വരുത്തില്ല. എന്റെ ദൈവമേ, അങ്ങനെയൊക്കെ സംഭവിച്ചാ മതിയായിരുന്നു. 2 കൊല്ലമല്ല, അവനൊരു 10 കൊല്ലം അങ്ങനെ തന്നെ കിടക്കണേ എന്റെ ഭഗവാനെ. നീ ഇങ്ങനെ ശപിക്കല്ലേടി, ശപിച്ചാ ഫലിക്കും. ഒരു കാര്യം ചെയ്യ്, കഴിക്കാൻ എന്തെങ്കിലും ഇട്. വാ. പറഞ്ഞു തീർന്നില്ല, അതിനു മുമ്പ് വിളിക്കുന്നു കാലൻ. അവിനാശിന് സുഖമാണല്ലോ അല്ലേ? പിന്നെ പരമസുഖം. നിന്റെ ഏട്ടൻ DKയോട് പറഞ്ഞേക്ക് എനിക്ക് നല്ല സുഖമുണ്ടെന്ന്. ഡോക്ടർമാരെന്തു പറഞ്ഞു? ഉടനെ എങ്ങനെ എണീക്കാൻ വല്ല ചാൻസ് കാണുന്നുണ്ടോ? അല്ല, കല്യാണം മുടക്കാൻ വരാനേ പറ്റൂന്ന് അറിയാൻ വേണ്ടിട്ടായിരുന്നു. എനിക്ക് നിന്റെ പരിഹാസം മനസ്സിലായടി. പക്ഷേ ഇവിടുന്ന് ഉടനെ ഒന്ന് എണീറ്റ് വരാൻ പറ്റുമെന്ന് എനിക്കൊരു നിശ്ചയമില്ല. പക്ഷെ ഞാൻ ശ്രമിക്കുന്നുണ്ട്. ഞാൻ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നടന്ന നിന്റെ കല്യാണത്തിന് മുൻപ് ഞാൻ തിരിച്ചു വരും. ആ വക്കീലെ അവൻ നിന്റെ കഴുത്തിൽ താലി കെട്ടില്ല. അതിനു മുൻപ് ഒന്നുകിൽ അവൻ അല്ലെങ്കിൽ നീ, 2-1 ഞാൻ തീർക്കും. എന്നാ പിന്നെ താൻ വേഗം വാ. തന്റെ ശരീരത്തിലെ ഇനിയുള്ള എല്ലുകൂടി DK തല്ലി ഓടിക്കും. ചിലപ്പോ ഒരു കുഴിയെടുത്ത് തന്നെ ജീവനോട് അതിൽ കുഴിച്ചു മൂടിയെന്നും വരും. മരണം ഇരുന്ന് വാങ്ങാൻ നടക്കുന്ന തെണ്ടി. പോടാ. DKയോടൊപ്പം ഇത്രയും നാള് എല്ലാ കാര്യങ്ങൾക്കും കൂട്ടുനിന്നത് നിങ്ങളാണല്ലോ. അപ്പൊ ഇത് നിങ്ങളോടല്ലാതെ വേറെ ആരോടാ ചോദിക്കേണ്ടത്? എങ്ങനെയാ ഇത്രയും വലിയ വീഴ്ച സംഭവിച്ചത്? ഓഫീസ് കാര്യങ്ങളിൽ നിങ്ങൾക്ക് ശ്രദ്ധ കുറവായിരുന്നോ? ഞങ്ങൾ ആരും ഒരു ശ്രദ്ധക്കുറവും കാണിച്ചിട്ടില്ല. DK ഓരോ സമയത്ത് പറയുന്ന എല്ലാ ജോലികളും ഞങ്ങൾ കൃത്യമായി തന്നെ ചെയ്യുന്നുണ്ട്. അല്ലാതെ തന്നെ അവിടെ കാര്യങ്ങൾ കൃത്യമായി ചെയ്യുന്ന സ്റ്റാഫുകളും ഉണ്ട്. ആ സ്റ്റാഫുകൾ തന്നെയാ ഇപ്പോ DK ചതിച്ചിരിക്കുന്നത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, GST ഇത്ര അടയ്ക്കാനുണ്ടായിട്ടും അതോ ഈ ഫൈൻ വരുന്നത് വരെ ആർക്കും കണ്ടുപിടിക്കാനൊന്നും പറ്റിയില്ലേ? ആ ഫിനാൻസ് മാനേജർ എവിടത്തുകാരന്? അവനെ പിടിച്ച് 4 പെടവടക്കണം. അയാളെ കാണാനില്ലെന്നല്ലേ പറഞ്ഞു. DK എല്ലാവരെയും അമിതമായി വിശ്വസിക്കും. അതാ ഇവിടെ സംഭവിച്ചത്. ഏട്ടാ, ഇങ്ങനെയൊക്കെ സംഭവിച്ചതിൽ ഏട്ടന് വിഷമമുണ്ടോ? എന്ത്? അല്ല, ശിവയ്ക്ക് വേണ്ടിയാണല്ലോ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നത്. ഹേയ്, എനിക്കൊരു വിഷമമില്ല. അവനു വേണ്ടി ഇത്രയെങ്കിലും ചെയ്യാൻ കഴിഞ്ഞല്ലോ എന്ന സന്തോഷം മാത്രമേ എനിക്കുള്ളൂ. അവന്റെ ജീവിതം സേഫായല്ലോ. അമ്മ പറഞ്ഞ പോലെ കുറച്ച് പ്രോപ്പർട്ടീസ് വിറ്റാലെങ്കിലും നമുക്ക് ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചൂടെ?
അങ്ങനെ പ്രോപ്പർട്ടീസ് വിറ്റ് പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നമല്ല ജ്യോതി ഇത്. ഒരു പ്രശ്നം പരിഹരിക്കുമ്പോൾ ആ വിഘ്നേശ്വർ അടുത്ത പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അത് മാത്രമല്ല, ഈ പ്രോപ്പർട്ടീസൊക്കെ ഞാൻ ഉണ്ടാക്കിയതാണെങ്കിലും അതെല്ലാം നമ്മുടെ മക്കൾക്കും മരുമക്കൾക്കും എല്ലാം അവകാശമുള്ളതാണ്. അതൊന്നും കടപ്പെടുത്തി പ്രശ്നം പരിഹരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല, വിൽക്കാനും ഉദ്ദേശിക്കുന്നില്ല. നാളെ അവരുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ തല കുനിച്ച് നിൽക്കാൻ എനിക്ക് പറ്റില്ല. ഇത് GSTയുടെ ഫൈൻ മാത്രമല്ലല്ലോ, ഒഫീഷ്യലായിട്ട് വേറെ ചില പ്രോബ്ലംസ് കൂടിയില്ലേ? മൊത്തത്തിൽ ബിസിനസ് ആകെ ഒരു തളർച്ചയില. അതിനെ ഉയർത്തിയെടുക്കാൻ എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ. ഈ സമയത്താ DKക്ക് നിങ്ങളുടെ സഹായം വേണ്ടത്. ഇപ്പൊ തകർച്ചയിലായിപ്പോയ ഈ ബിസിനസിനെ ഉയർത്തിയെടുക്കാൻ നിങ്ങളൊരു പ്ലാൻ തയ്യാറാക്കണം. എന്നിട്ടത് DKയോട് കാന്തം പുരന്തം ദയാസ്വന്തം ദന്തിവര അസുരാന്തക അഹം സഞ്ചിന്തയേ സന്തതം. ജോത്സ്യനെ, എന്തെങ്കിലും ഒന്ന് ചെയ്യണം. ഈ കഷ്ടപ്പാടിനൊക്കെ ഒരു പരിഹാരം കണ്ടെത്തിയേ പറ്റൂ. പ്രശ്നങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നും പ്രതിവിധി സംബന്ധിച്ച നിർദ്ദേശങ്ങളും മാത്രമാണ് ജോത്സ്യന് നൽകാൻ കഴിയുക. അല്ലാതെ ജോത്സ്യന് ആരുടെയും ജീവിതത്തിൽ കടന്നു കയറി രക്ഷിക്കാൻ കഴിയില്ല. ജോത്സ്യന്മാരും സാധാരണ മനുഷ്യരാണ്. കൃത്യമായ പഠനത്തിലൂടെ ഗ്രഹനിലകൾ തയ്യാറാക്കി ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ പറഞ്ഞു തരാൻ മാത്രമേ ജോത്സ്യന് കഴിയൂ. ശ്രദ്ധിക്കേണ്ടത് നിങ്ങളാണ്. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അമ്മ പറഞ്ഞല്ലോ. ദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടെത്തി ഇതിനുള്ള പ്രതിവിധി എന്താന്ന് വെച്ചാൽ ചെയ്യണം. ബിസിനസ്സിൽ ചതി പറ്റിയതിന് ജോത്സ്യർക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഡികെ, നമ്മളിലേക്ക് ധനം വരാനും നമ്മുടെ കയ്യിലുള്ള ധനം പോകാനും ഒരു സമയമുണ്ട്. ധനം ഉണ്ടാക്കാൻ ആർക്കും പറ്റും. എന്നാൽ ബുദ്ധിപൂർവം അത് സൂക്ഷിക്കുന്നതിലാണ് കഴിവ്. ഇവിടെ ചില കുഴപ്പങ്ങളുണ്ട്. അതത്ര നിസ്സാരവുമല്ല. അമ്മേ, DKയുടെ ജാതകം. അത് പിന്നെ ജാതകം അത് അവിടെ കാണും. അത് പിന്നെ ഞാൻ കൊണ്ടുതരാം. ജ്യോതിയുടെ ജാതകം കൂടി എനിക്ക് വേണം. രണ്ടും വിശദമായിട്ടൊന്ന് എനിക്ക് പരിശോധിക്കണം. ഓരോ സമയത്തും ഗ്രഹങ്ങൾ മാറുമ്പോൾ അതനുസരിച്ച് ജാതകത്തിലെ ഗുണദോഷങ്ങൾക്കും ചില മാറ്റങ്ങൾ സംഭവിക്കാം. നല്ലതിനു വേണ്ടി പ്രാർത്ഥിക്കാം, ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്താം. കാര്യങ്ങൾ ഒന്നുകൂടി വിശദമായി നോക്കിയാലേ പറ്റുള്ളൂ. അതിന് DKയുടെയും ഭാര്യയുടെയും ജാതകം വിശദമായി തന്നെ പരിശോധിക്കണം. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, സർവ്വതും നശിപ്പിക്കുവാനുള്ള ഒരു കാർമേഘം ഈ അമരാവതിയുടെ മുകളിൽ പണം വിടർത്തി നിൽപ്പുണ്ട്. അതിന് പരിഹാരം ചെയ്തേ പറ്റൂ. ജാതകം ഞാൻ കൊണ്ടുതരാം. ജോലിശിലത് നോക്കി വെച്ചാൽ മതി. ഞാൻ അങ്ങോട്ട് വരാം. അമ്മയ്ക്ക് എന്താ വായിച്ചൊരു പേടി പോലെ? മായേച്ചി, എന്താ ഇത്ര വലിയ ആലോചന? എന്തുപറ്റി? ജോത്സ്യം പറഞ്ഞത് ആലോചിച്ചിട്ടാണോ? ചില സംശയങ്ങളൊക്കെ എനിക്ക് നേരത്തെ തോന്നിയിരുന്നു. എന്ത് സംശയം? ഓ,
ആ ജോത്സ്യം പറഞ്ഞ രാശി മേഡത്തിന്റെ കാര്യമാണോ അതോ ബാംഗ്ലൂരിലെ കാര്യം നമ്മുടെ ഭർത്താക്കന്മാരെ തുറന്നു പറയാതിരുന്നതോ? ഇത് രണ്ടുമല്ല. പിന്നെ അമ്മ ഡി കെയോടോ ഡി കെ അമ്മയോടോ പ്രധാനപ്പെട്ട ഒരു കാര്യവും പറയാതിരിക്കില്ല. എന്ത് കാര്യമായാലും അമ്മയോട് ചോദിച്ച് സമ്മതം വാങ്ങിയിട്ട് മാത്രമേ ഡി കെ ചെയ്യൂ. ഇതുവരെ അങ്ങനെയല്ലേ നമ്മൾ കണ്ടിട്ടുള്ളൂ. അതിനാദ്യം ഡി കെയുടെ ജാതകം തപ്പിയെടുക്കണം. എന്നിട്ട് അതുമായി മറ്റൊരു ജ്യോത്സ്യരെ കാണണം. കാര്യങ്ങളൊക്കെ വിശദമായിട്ട് മനസ്സിലാക്കണം. നമ്മൾ എന്തിനാ അതൊക്കെ ചെയ്യുന്നത്? വേണ്ടതൊക്കെ അമ്മ തന്നെ ചെയ്തോളും. അതല്ല താരേച്ചി, ഈ വീട്ടിൽ എന്ത് നടന്നാലും അത് നമ്മുടെ ലൈഫിനെ കൂടി ബാധിക്കും. ഇനിയിപ്പോ നാളെ ജ്യോതിക്ക് എന്തെങ്കിലും സംഭവിക്കും, ഡി കെ തകരുകയും ചെയ്താ ഈ കുടുംബം ഇല്ലാതായി പോവില്ലേ? അങ്ങനെ സംഭവിച്ച നമ്മുടെ ഭർത്താക്കന്മാരെ കൊണ്ട് ഈ പ്രതിസന്ധി നേരിടാൻ പറ്റുമെന്ന് മായിച്ചിക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലും പറ്റില്ല. പക്ഷെ നമുക്ക് നമ്മുടെ കാര്യം നോക്കിയേ പറ്റൂ. ഏത് അപകടത്തിലും അവനവന്റെ സ്വന്തം ജീവൻ തന്നെ എല്ലാവർക്കും വലുത് അല്ലേ മായച്ചി? അതെ. അങ്ങനെ ഒരു തകർച്ച സംഭവിക്കുമെന്ന് തോന്നിയാ നമുക്ക് നമ്മുടെ ഭർത്താക്കന്മാരെ രക്ഷിക്കണം. പതുക്കെ 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 പിടിച്ചു. ഒരു മാസത്തിനകം ശരിയാകുമല്ലോ അല്ലേ? ഇതിലെ സംശയം എന്താ? പറഞ്ഞ ദിവസത്തിന് മുമ്പ് തന്നെ ഈ വടിയുടെ സഹായം ഇല്ലാതെ സാറിന് ഞാൻ നടത്തിത്തരാം. ആയുർവേദത്തിന് ഇത്രയൊക്കെ ശക്തിയുണ്ടോ? ഓ, മനുഷ്യന്റെ രോഗങ്ങൾക്ക് വേണ്ടതെല്ലാം, എല്ലാ മരുന്നുകളും ദൈവം പ്രകൃതിയിൽ തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ മനുഷ്യന് അതിനെ തിരിച്ചറിയാൻ സാധിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. കാരണം മനുഷ്യൻ പ്രകൃതിയിൽ നിന്ന് അകന്നുപോയി. പ്രകൃതി എന്നാൽ ഈശ്വരൻ. ഈശ്വരനിൽ നിന്ന് അകന്നുപോയ മനുഷ്യന് പ്രകൃതിയിലെ ഔഷധങ്ങളെ തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. അത്രയുള്ളൂ. ജീവിക്കാനുള്ളതും മരിക്കാനുള്ളതും പ്രകൃതിയിൽ തന്നെയുണ്ട്. എന്നാ ഞാൻ അങ്ങോട്ട് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, നാളെ വരെ. ഓ ശരി. ശരി വൈദ്യരെ. ആ വൈദ്യര് പറഞ്ഞത് കേട്ടോ, ചീത്ത വിചാരങ്ങളൊന്നും മനസ്സിൽ പാടില്ലെന്ന്, നല്ല വിചാരങ്ങൾ മാത്രമേ പാടുള്ളൂ എന്ന്. എന്റെ മനസ്സിലെ എല്ലാം നല്ലതാടോ. ഷാജി, എന്താ അവിടെ കല്യാണം നടക്കുന്നത് ഏത് ക്ഷേത്രത്തിലടാ? ഒരു വിവരം കിട്ടിയിട്ടുണ്ട് സാറേ. എന്താടാ? കല്യാണം നടക്കുന്നത് നേരത്തെ രാജീവായിട്ടുള്ള കല്യാണം നടത്താൻ തീരുമാനിച്ച അതേ അമ്പലത്തിൽ വെച്ചാ. സദ്യക്കുള്ള ഏർപ്പാടും അവിടെ തന്നെ റെഡിയാക്കിയിട്ടുണ്ട്. വളരെ ചുരുക്കം ആളുകളെ പങ്കെടുക്കുന്നുള്ളൂന്നാ കേട്ടത്. പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്. എന്താടാ? അവരെല്ലാം വലിയ സന്തോഷത്തിലാ സാറേ. സാറേ കിടപ്പീന്നാ ഈ അടുത്ത കാലത്തൊന്നും എണീക്കൂലെന്നാ അവരുടെ വിശ്വാസം. അവരങ്ങനെ വിചാരിക്കട്ടടാ. പക്ഷേ ആ കല്യാണ ദിവസം ഞാൻ അവിടെ എത്തിയിരിക്കും. രണ്ടിലൊന്നിനെ ഞാൻ തീർത്തിരിക്കും. ഇനിയിപ്പോ ബിസിനസ്സിലുണ്ടായ പ്രശ്നങ്ങളാണോ ഡി കെ ഇങ്ങനെ ചിന്തിപ്പിക്കാൻ കാരണം? ആയിരിക്കും. അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും ഡി കെ പെട്ടെന്ന് ചെയ്യില്ല. എനിക്ക് തോന്നുന്നത് ബാംഗ്ലൂരിലെ ഷോപ്പ് തുറക്കാൻ പറ്റാതെ അടച്ചു പൂട്ടിയല്ലോ. ആ ബിസിനസിന് വേണ്ടി ഡി കെ വലിയൊരു തുക ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബാങ്ക് ലോണും ഉണ്ട്. ആ എം പി വിഘ്നേശ്വർ കാരണമല്ലേ ഇതെല്ലാം സംഭവിച്ചത്? ആര് കാരണം സംഭവിച്ചു എന്നല്ല, ആ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ഇപ്പൊ ഡി കെ വല്ലാതെ ബാധിച്ചു എന്ന് തോന്നുന്നു. ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് റോളിംഗ് ആണല്ലോ. ബാങ്കിന്റെ ഓവർ ഡ്രാഫ്റ്റും ബിസിനസ് ലോണുകളും ഒക്കെ അതിനകത്ത് വരും. എനിക്ക് തോന്നുന്നത്
ആ വിഘ്നേശ്വറിന്റെ വരവ് ഡി കെ മുൻകൂട്ടി കാണുന്നുണ്ടെന്നാ. ആ സമയത്ത് ഡി കെക്ക് എന്തെങ്കിലും പറ്റിയാൽ നമ്മളെ സേഫാക്കാനുള്ള പുറപ്പാടാണോ ഇതെന്നാ എന്റെ സംശയം. ബാലു പറഞ്ഞത് ശരിയാണെന്നാ എനിക്കും തോന്നുന്നത് ശ്രീയേട്ടാ. ഡി കെക്ക് എവിടെയോ ഒരു അപകടം മനസ്സിലായിട്ടുണ്ട്. അതാ എല്ലാവരുടെയും കാര്യത്തില് ഡി കെ ഇത്ര സുരക്ഷിതത്വം കാണിക്കുന്നത്. നമുക്കിപ്പോ ഈ സ്വത്തുക്കളും പണമൊന്നും നമ്മുടെ പേരിൽ വരുന്നതല്ല പ്രധാന കാര്യം. ഡി കെ ആണ്. എന്ത് പ്രതിസന്ധി ഉണ്ടായാലും നമ്മൾ ഡി കെക്കൊപ്പം നിൽക്കണം. അതെ, അത് തന്നെയാ വേണ്ടത്. ഇപ്പോ ഈ സ്വത്തുക്കളൊന്നും നമ്മുടെ പേരിൽ എഴുതണ്ടെന്ന് നമ്മൾ ഡി കെയോട് പറയണം. അതെന്തിനാ അങ്ങനെ പറയുന്നേ? എഴുതുന്നെങ്കിൽ എഴുതിക്കോട്ടെ. ഒന്നും മിണ്ടാതിരിക്കുക താരേച്ചി. പോരെ കത്തുമ്പോ വാഴ വെട്ടല്ലേ. ആദ്യം ഡി കെയുടെ ടെൻഷൻ എന്താണെന്നൊന്ന് മനസ്സിലാവട്ടെ. അത് കഴിഞ്ഞിട്ട് മതി സ്വത്തുക്കൾ എഴുതി വാങ്ങുന്നൊക്കെ. അല്ലെങ്കിൽ തന്നെ ഡി കെ പൂർണ്ണ മനസ്സോടെ എല്ലാം തരാന്ന് സമ്മതിച്ചല്ലോ. ഇനി എന്തിനാ നമ്മളെ ധൃതി കാണിക്കുന്നേ? അല്ല, ഞാൻ ധൃതി കാണിച്ചൊന്നുമല്ല, പറഞ്ഞേ ഉള്ളൂ. എന്തായാലും ഇതിന്റെ രണ്ടിലൊന്ന് അറിഞ്ഞിട്ട് മതി ബാക്കി. പറയട്ടാ, എന്നോട് സത്യസന്ധമായിട്ട് പറയണം. അതുകൊണ്ടാണോ ഏട്ടൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തേ? കാലത്തിന് മനുഷ്യനോട് വലിയ പരിഗണനയൊന്നുമില്ല. ഞൊടിയിടയിൽ ഒരു മിന്നായം പോലെ മനുഷ്യനിവിടെ ജനിക്കുകയും മരിക്കുകയും ഒക്കെ ചെയ്യും. പക്ഷേ അതിനിടയിൽ നമ്മൾ ചെയ്യാനുള്ളത് ചെയ്യണം. നീ പറഞ്ഞുകൊണ്ട് മാത്രമല്ല, ഞാൻ വളരെ ആലോചിച്ചെടുത്ത തീരുമാനമായിരുന്നു. അവർക്കൊക്കെ സ്വന്തമായി ബിസിനസ് തുടങ്ങണം, വീടുകളുണ്ടാവണം. കുടുംബ വസ്തുക്കളിൽ അവർക്ക് അവകാശപ്പെട്ടതൊക്കെ അവരുടെ പേരിൽ എഴുതി വെക്കാൻ ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ട്. ജ്യോതി, ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ? എന്താ ഏട്ടാ? നിനക്ക് ഞാൻ എന്താ തരേണ്ടത്? പറ. എനിക്കൊന്നും വേണ്ട. ഏട്ടന്റെ തോളിൽ ഇങ്ങനെ ജീവിതകാലം മുഴുവൻ തല ചായ്ച്ചിരിക്കാനുള്ളൊരു ഭാഗ്യം തന്നാൽ മാത്രം മതി എനിക്ക്. മറ്റൊന്നും ഈ ജന്മത്തെനിക്ക് വേണ്ട. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, സർവ്വതും നശിപ്പിക്കുവാനുള്ള ഒരു കാർമേഘം ഈ അമരാവതിയുടെ മുകളിൽ പണം വിടർത്തി നിൽപ്പുണ്ട്. ജ്യോതി, എന്താ ഏട്ടാ? നീ ഇങ്ങനെ അടുത്തിരിക്കുമ്പോ എന്റെ മനസ്സിനൊരു ശാന്തതയുണ്ട്, സമാധാനമുണ്ട്. ഏട്ടൻ എന്തിനെങ്കിലും പേടിയുണ്ടോ? ഏയ്. ഏട്ടാ, ആ MP വിഘ്നേശ്വരനെയോ അതോ അവിനാഷിന്റെ തിരിച്ചുവരവോ? ഏയ്, അതൊന്നുമല്ല. നിനക്കതൊക്കെ വെറുതെ തോന്നുന്ന. ഈ ഞാനിങ്ങനെ ആരുടെയെങ്കിലും മുന്നിൽ പേടിച്ചു നിൽക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ആരുടെ ഭീഷണിക്ക് മുമ്പിലും ഇന്ന് വരെയും മുട്ടുമടക്കിയിട്ടില്ല, തല താഴ്ത്തിയിട്ടില്ല, നിവർന്ന് നിന്നിട്ടേ ഉള്ളൂ എന്നും. ആ ഞാൻ ഇവരെ പേടിക്കാനോ? ഒരിക്കലുമില്ല. മൈലിറ്റിൽ കണ്ണ, എന്റെ മോന്റെ മനസ്സില് എന്തോ വലിയ വിഷമമുണ്ട്. അതെന്താണെന്ന് അവനോട് തുറന്ന് പറയുന്നുമില്ല. ഞാൻ എങ്ങനെയാ അവനോട് ചോദിക്കുന്നത്? ചോദിച്ചാ തന്നെ ഞാൻ വിഷമിക്കുന്നു കരുതി അവനോട് പറയേയില്ല. മൈലിറ്റിൽ കണ്ണ, ഗുരുവായൂരപ്പ. അമ്മ എന്തോ കാര്യമായിട്ട് പ്രാർത്ഥിക്കുകയാണല്ലോ? അതേടാ, കാര്യമായിട്ട് തന്നെയാ പ്രാർത്ഥിച്ചത്.
നിന്റെ മനസ്സിലെ സങ്കടങ്ങളൊക്കെ മാറി നീ ആഗ്രഹിക്കുന്നത് പോലെ കാര്യങ്ങളൊക്കെ ആയി തീരണേന്ന് ഞാൻ കണ്ണനോട് പ്രാർത്ഥിച്ചതാ. ഇന്നു മുതല് അമ്മ കണ്ണനോട് എന്നും പ്രാർത്ഥിക്കുന്ന പോലെ പ്രാർത്ഥിച്ചാ പോരാ. പിന്നെ അമ്മയുടെ പ്രാർത്ഥന കുറച്ചുകൂടി ശക്തമായിട്ട് വേണം. നീ എന്തൊക്കെയാ മേശാൻ പറയുന്നത്? ജീവിതം ഒരു മഹാരണം പോലെയാണമ്മേ. ഏതു നിമിഷവും എന്തും സംഭവിക്കാം. ഇന്നത്തെ ഈ അവസ്ഥയിൽ തന്നെ നാളെ നമ്മളൊക്കെ ഇവിടെ ഉണ്ടാവുമോ എന്നതിന് ഒരു ഉറപ്പുമില്ല. അമ്മേ, ഞങ്ങള് സരോവരത്തിലേക്ക് പോവാ. വെരി ഗുഡ്. അവിടെ പ്രത്യേകിച്ച് ചടങ്ങുകളൊന്നും ഇല്ലല്ലോ അല്ലേ? ഇല്ല. നാളെ ഞങ്ങള് ക്ഷേത്രത്തിൽ എത്തിക്കോളാം. അമ്മയ്ക്കും കൂടി വരായിരുന്നു. വരുന്നതിന് മടിയുണ്ടായിട്ടല്ല പേട്ടി. ഞാൻ പറഞ്ഞില്ലേ, കാലിന്റെ മുട്ടുവേദന വല്ലാതെ തന്നെ അലട്ടുന്നുണ്ട്. എത്ര ദിവസമായി ഞാൻ അമ്മയോട് പറഞ്ഞു നമുക്ക് ഡോക്ടറെ കാണാൻ പോവാന്ന്. അതെങ്ങനെയാ? ഇങ്ങനെ എന്തെങ്കിലും കാര്യം വരുമ്പോഴല്ലേ പറയുള്ളൂ മുട്ടുവേദന ഉണ്ടെന്ന്, അല്ലാതെ പറയില്ലല്ലോ. എന്റെ അമ്മേ, അസുഖം വന്നാൽ ഡോക്ടറെയും കണ്ട് നല്ല ചികിത്സ നടത്തണം, അല്ലാതെ ഒന്നും ഇങ്ങനെ മറച്ചു വെക്കരുത്. അതൊന്നും സാരമില്ല ബേട്ടി. നിങ്ങൾ പോയി അവിടുത്തെ കാര്യങ്ങളൊക്കെ നന്നായി നോക്ക്. കല്യാണത്തിന് തൊട്ടു മുമ്പ് ഞാൻ കുട്ടികളുടെ കൂടെ ക്ഷേത്രത്തിൽ എത്തിക്കോളാം. അത് മതി, അതാ നല്ലത്. ജ്യോതി, നമുക്കിറങ്ങാം. എന്നാ ഇറങ്ങട്ടെ. കല്യാണത്തിന്റെ മുഹൂർത്തത്തിന് ഞാൻ അവിടെ എത്തിയിരിക്കും. DK, വെൽക്കം. വെൽക്കം മൈ ഡിയർ. നാളെ നീ വരുമെങ്കിൽ നമുക്കൊരു കലാശക്കളി കളിച്ചു നോക്കാം. ഒന്ന് ഞാൻ പറയാം അവിനാഷ്, പ്രിയയുടെ കല്യാണം നടക്കുന്ന ക്ഷേത്രത്തിന്റെ പരിസരത്ത് നീ വന്നാൽ ജീവനോടെ നീ തിരിച്ചു പോവില്ല. എന്നെ കൊന്നുകളയുമെന്ന്. എങ്കി നിന്റെ കൈകൊണ്ട് മരണം ഏറ്റുവാങ്ങാൻ ഞാൻ വരുവടാ DK. ദാനം കിട്ടിയ ആയുസിന്റെ ബാക്കിയുമായി നാളെ നീ ആ കല്യാണം നടക്കുന്നതിന്റെ 7 അയലത്ത് വന്നാൽ പിന്നെ കളി വേറെ അവിനാശേ. ഒരു കാര്യം നീ ഓർത്തോ, നിന്റെ നിഴല് പോലും നിന്നെ ചതിക്കും. നാളെ നീ ഇവിടെ വന്നാൽ പ്രിയയുടെ കല്യാണം മുടക്കാൻ ശ്രമിച്ചാൽ പിന്നെ നീ ഇല്ല അവിനാശേ. നിനക്ക് സ്വച്ഛന്ത മൃത്യു. ഇത് പറയുന്നത് DK ആണ്. അവനെ അങ്ങനെ എഴുതി തള്ളണ്ട ഏട്ടാ. അവനെന്തെങ്കിലും അതിബുദ്ധി കാണിച്ചാലോ? അവൻ ഒരു അതിബുദ്ധിയും കാണിക്കാൻ പോകുന്നില്ല. മാനസികമായി എല്ലാവരെയും സമ്മർദ്ദത്തിലാക്കാനുള്ള അവന്റെ വേലകൾ ഇതൊക്കെ. മോള് പറഞ്ഞ ശരിയാ. അവനിനി എന്തായാലും ഉടനെ ഒന്നും 2 കാലിൽ എഴുന്നേറ്റ് നിൽക്കുമെന്ന് തോന്നുന്നില്ല. ഇത് നീ ഉണ്ടാക്കിയ ചായയാണോ? അതേട്ടാ, എന്താ ഇപ്പൊ അങ്ങനെ ചോദിക്കാൻ? അല്ല, എന്റെ ഭാര്യ പൂർവാധിക ശക്തിയോടെ ആരോഗ്യം വീണ്ടെടുത്തു എന്നുള്ളത് നല്ല കാര്യമല്ലേ? എന്നെ അടുക്കളയിൽ നിന്ന് ഇറക്കി വിട്ടിട്ടാ ഇവള് ചായ ഇടാൻ കയറിയത്. അതിപ്പോ ഏട്ടന്റെ ചായയുടെ മധുരവും കടുപ്പൊക്കെ എനിക്കെല്ലാം അറിയൂ. അത് മമ്മി ഇട്ടാ ശരിയാവില്ല. അത് കൊള്ളാം. ഇതൊക്കെ ഇവള് ചുമ്മാ പറയുന്ന. എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു നിർബന്ധവുമില്ല. എന്തായാലും അത് നന്നായി മോളെ. ഒരു ദാമ്പത്യ ജീവിതത്തിന്റെ വിജയം എന്ന് പറയുന്നത് പരസ്പരമുള്ള ഈ മനസ്സിലാക്കലാണ്. ഭർത്താവിന്റെ ഇഷ്ടങ്ങൾ ഭാര്യയും ഭാര്യയുടെ താല്പര്യങ്ങൾ ഭർത്താവും മനസ്സിലാക്കുമ്പോഴാണ് ജീവിതം സന്തോഷകരമാകുന്നത്. മോളെ, ഇത് നിനക്കൂടെ ഉള്ളൊരു പാഠമാണ്. ഓ, ഞാൻ പഠിച്ചോളാവേ. നാളെ മുതല് നിനക്കൊരു പുതിയ ജീവിതം കിട്ടാൻ പോകുന്ന. കഴിഞ്ഞു പോയതിനെ കുറിച്ച് ഒരിക്കൽ പോലും ഒന്നും ഓർക്കാൻ ശ്രമിക്കരുത്. ഭർത്താവിന്റെ സ്നേഹം കിട്ടാനും കുടുംബത്തിലെ സമാധാനം ഉണ്ടാവാനും മാത്രമേ നീ ഓരോ നിമിഷവും ശ്രമിക്കാവൂ. ഇത്രയൊക്കെ ഉപദേശിക്കണോ? അതൊക്കെ പ്രിയക്ക് അറിയില്ലേ?
അവിനാശ് വന്നോ? എന്നിട്ട് എവിടെ? അപ്പുറത്തെങ്ങാണ്ട് കാറിലിരിപ്പുണ്ടെന്ന് പറഞ്ഞേ. എന്നിട്ട് അവൻ ഇങ്ങോട്ട് വന്നില്ലല്ലോ. ഇനിയിപ്പോ കല്യാണം കഴിഞ്ഞ് ഇറങ്ങുമ്പോ രണ്ടിനെയും കുത്തിമലർത്താനാണ് പരിപാടി എന്ന് ആർക്കറിയാം? താരേ, നിന്റെ കരുനാക്കെടുത്തൊന്നും വളയ്ക്കല്ലേ. അമ്മ ധൈര്യമായിട്ടിരിക്കെ. ഇവിടേക്ക് ആരും വരില്ല. കമ്മീഷണർ അയച്ച ഷാഡോ പോലീസ് ഉണ്ട് ഇവിടെ. തന്നെയുമല്ല, അങ്ങനെ ഒറ്റയടിക്കൊന്നും ചാടി ഇറങ്ങി വരാനുള്ള അവസ്ഥയിലല്ല അവിനാഷ്. പരസഹായം ഇല്ലാതെ അവൻ ഇവിടേക്ക് നടന്നു വരാൻ പറ്റില്ല. അവൻ വരില്ലമ്മേ. ആരും പേടിക്കൊന്നും വേണ്ട. അവൻ വല്ല ബോംബും വെക്കാൻ കൊട്ടേഷൻ കൊടുത്താലും മതിയല്ലോ. ഓക്കെ, ഞാൻ വിളിക്കാം. അച്ഛനെവിടെ? എന്ത് പറ്റി? അത് ജ്യോതി, നമുക്ക് പോവാം. നീ പെട്ടെന്ന് വാ. എന്താ ഒരു വെപ്രാളം പോലെ? അതൊക്കെ ഉണ്ട്, പറയാം. അവരോട് പറഞ്ഞിട്ട് താൻ വേഗം വാ. ആരാ ബോഡി ആദ്യം കണ്ടത്? ഈ കുട്ടമ്പിള്ളയാണ് സാർ. താനാണോ കുട്ടമ്പിള്ള? അതെ സർ. താൻ എന്താ കണ്ടത്? എന്താ പ്രകാശ് ചേട്ടാ, എന്താ ഒരു ടെൻഷൻ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമുണ്ട്. സംഗതി അല്പം സീരിയസാ. എന്താ പ്രശ്നം? കാര്യം നമ്മളൊക്കെ കേൾക്കാൻ ആഗ്രഹിച്ച ഒരു വാർത്ത തന്നെ. പക്ഷേ സംഭവിച്ചപ്പോ നമ്മളെല്ലാം ആ കുരുക്കിനകത്തായിപ്പോയി. പ്രകാശ് ചേട്ടാ എന്തൊക്കെയാ പറയുന്നേ? അത് പിന്നെ അവിനാശ് മരിച്ചു. പക്ഷേ അത് വെറൊരു മരണമല്ല, കൊലപാതകമാണെന്നാ പറയുന്നത്. അതിന് നമുക്കെന്താ? അവൻ ചത്തല്ലോ, അത് തന്നെ വലിയ കാര്യം. അതിനകത്ത് വേറൊരു പ്രശ്നമുണ്ട് ചേച്ചി. എന്ത് പ്രശ്നം? എന്താണ് പ്രശ്നമെന്ന്? നമ്മുടെ കല്യാണം നടന്ന ക്ഷേത്രത്തിൽ വെച്ച അയാൾ കൊല്ലപ്പെട്ടത്.
താനെന്തൊന്നും മിണ്ടാത്തെ? അയാളെ കൊല്ലണമെന്ന് ഞാൻ ഒരുപാട് തവണ ആഗ്രഹിച്ചിട്ടുണ്ട്. പ്രകാശേട്ടാ, ആരാ അയാളെ കൊന്നെന്ന് എന്തെങ്കിലും അറിഞ്ഞോ? അതറിയില്ല. പക്ഷേ നമ്മളെല്ലാം സംശയത്തിന്റെ നിഴലിലാണെന്നാ പോലീസ് പറയുന്നത്. നമ്മളോ? പ്രകാശേട്ട എന്തായി പറയുന്നേ? നമ്മൾ അയാൾ ഒന്നും ചെയ്തിട്ടില്ലല്ലോ, പിന്നെന്തിനാ? അതോ മറ്റെന്തെങ്കിലും ഇതിനിടയിൽ നടന്നിട്ടുണ്ടോ? ടെൻഷൻ അടുപ്പിക്കാതെ പറ പ്രകാശേട്ടാ, എന്താ സംഭവിച്ചത്? ഏട്ടാ, ഇനിയും ഏട്ടൻ എന്തെങ്കിലും അബദ്ധം? എന്താ ഏട്ടാ യഥാർത്ഥത്തിൽ സംഭവിച്ചത്? അവിനാശ് ഇങ്ങനെ മരിച്ചേ? ഞാനൊന്നും അറിഞ്ഞിട്ടില്ല. കൊല്ലാൻ പലതവണ അവസരം കിട്ടിയിട്ടും ഞാൻ അവനെ കൊന്നില്ല. പക്ഷെ ഇപ്പൊ ഇതെങ്ങനെ സംഭവിച്ചുവെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. എന്താ രണ്ടുപേരും കൂടെ? ചിത്രയും, എനിക്ക് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ? അയാള് വീണ്ടും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ? ഇല്ല, പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല. കല്യാണ സ്ഥലത്ത് വന്നിട്ട് അയാൾ ഒന്നും ചെയ്തില്ലല്ലോ. ഇന്ന് കല്യാണം മുടങ്ങിയിരുന്നെങ്കിൽ എന്താ സംഭവിക്കാന്നുള്ള പേടി കാണും. പിന്നെ വാശി കാണിക്കാൻ അവിടം വരെ വന്നേ ഉള്ളൂ. ഏതായാലും കുഴപ്പമൊന്നും കൂടാതെ കല്യാണം നടന്നല്ലോ. അതിന് ദൈവത്തിനോട് നന്ദി പറയണം. കുഴപ്പമുണ്ട് ചിത്ര. എന്ത് കുഴപ്പം ജ്യോതി? ഞാൻ പറയുന്നത് നീ ഒന്ന് സമാധാനത്തോടെ കേൾക്കണം. നിങ്ങൾ കാര്യം എന്താന്ന് വെച്ചാ പറ. അയാള് പിന്നെ ഉപദ്രവിച്ചോ? ഇല്ല, അതൊന്നുമല്ല. കഷ്ടം. കാര്യം എന്താന്ന് വെച്ചാ ഒന്ന് പറ. ചിത്രേ, അവിനാശ് മരിച്ചു. എന്താ സംഭവിച്ചെന്നറിയില്ല. പക്ഷെ മരിച്ചു എന്നുള്ളത് സത്യം തന്നെയാ. അപ്പൊ അത് തീർന്നു അല്ലേ? നീ എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നേ? എടാ, നീ ചിത്രയുടെ അടുത്തേക്ക് ചെല്ല്. നീ അവളെ ഒന്ന് ആശ്വസിപ്പിക്കേ. എനിക്കൊന്നിനും പറ്റുന്നില്ല ശ്രീയേട്ടാ. ഞാൻ അവളോട് എന്ത് ആശ്വാസവാക്ക് പറയാനാ? അവളും അവിനാശും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്കും അറിയാവുന്നതല്ലേ. അവളും ഇപ്പോ അവിനാശിന്റെ ശത്രുപക്ഷത്തായിരുന്നല്ലോ. എടാ, എന്തൊക്കെ പറഞ്ഞാലും ചിത്രയുടെ സഹോദരൻ അവിനാശ്. അവക്ക് സങ്കടമില്ലാതിരിക്കോ?
എന്നാലും ഇതാരായിരിക്കും ചെയ്തത്? അതറിയണമെങ്കിൽ ഒരു വഴിയേ ഉള്ളൂ. അയാളുടെ സഹായി ആ ജാവേദിനെ പൊക്കണം. അവനെ കണ്ടെത്തിയാലേ ബാക്കി കാര്യങ്ങൾ അറിയാൻ പറ്റൂ. അതിന് അവൻ എവിടെ പോയി തപ്പം നമ്മള്? അതൊക്കെ പോലീസ് ചെയ്തോളും. എന്തായാലും ഇതൊരു കുരുക്ക. അവിനാഷ് കല്യാണ സ്ഥലത്ത് വെച്ച് കൊല്ലപ്പെടുക എന്ന് പറഞ്ഞ അതിന് നമ്മളെ എല്ലാവരെയും പോലീസിന് സംശയിക്കാം. കാരണം അവിനാഷിനോട് ശത്രുത ഉള്ളവരാ നമ്മളെല്ലാവരും. അതെല്ലാവർക്കും അറിയുകയും ചെയ്യാം. അതിന് അവിനാഷിനെ ആരെങ്കിലും കൊന്നതാണോ മറ്റെന്തെങ്കിലും പറ്റിയതാണോ എന്നൊന്നും ഇതുവരെ അറിഞ്ഞിട്ടില്ലല്ലോ. അതറിയണമെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരണം. അതെ, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്നവരെ നമ്മൾ കാത്തിരുന്നേ പറ്റൂ. ബാലു പറഞ്ഞതുപോലെ ഇതൊരു കുരുക്കാവാനും സാധ്യതയുണ്ട്. നമ്മളെ കുരുക്കാൻ ഇനി ആരെങ്കിലും മനഃപൂർവ്വം ചെയ്തായിരിക്കുമോ? അതും തള്ളിക്കളയാൻ പറ്റില്ല. എന്നാലും ആദ്യം പോലീസ് സംശയിക്കുന്നത് നമ്മളെ തന്നെ ആയിരിക്കും. ഡ്യൂട്ടിയിലുള്ളൊരു പോലീസ് ഓഫീസറാണ് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചിരിക്കുന്നത്. പോലീസ് ഡിപ്പാർട്ട്മെന്റ് വെറുതെ അങ്ങനെ കൈയും കെട്ടി നോക്കിയിരിക്കില്ല. അവര് കാര്യമായിട്ട് തന്നെ അന്വേഷിക്കും. ചിലപ്പോ കേസ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കാനും സാധ്യതയുണ്ട്. ക്രൈംബ്രാഞ്ചോ ലോക്കൽ പോലീസോ ആരെങ്കിലും അന്വേഷിക്കട്ടെ. നമ്മൾ ആരും അവനൊന്നും ചെയ്തിട്ടില്ലല്ലോ. പിന്നെന്തിനാ നമ്മൾ പേടിക്കുന്നത്? അത് നമുക്കല്ലേ അറിയൂ. എന്തായാലും നമ്മളെല്ലാം ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. എന്തായി തീരുമാനം? ബോഡി ഏറ്റുവാങ്ങി അടക്കാൻ തന്നെയാ തീരുമാനം. കർമ്മങ്ങളൊക്കെ ബാലു ചെയ്യും. മരണത്തെക്കുറിച്ച് എന്തെങ്കിലും സൂചന കിട്ടിയോ? ചെറിയൊരു സൂചന കിട്ടിയിട്ടുണ്ട്. അവിനാഷിന്റെ ഉള്ളിൽ മദ്യത്തിൽ കലർന്ന എന്തോ മാരകമായ വിഷം ചെന്നിട്ടുണ്ട്. അതാണ് മരണകാരണമെന്ന പ്രാഥമിക നിഗമനം. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞാലേ ഡീറ്റെയിൽ ആയി പറയാനാവും. ആരാണ് ചെയ്തതെന്ന് എന്തെങ്കിലും സൂചന? DK, സംഗതി സീരിയസാ. ACP അന്നാമേരി ജോണിനാണ് അന്വേഷണ ചുമതല. അവരെ കുറിച്ച് അറിയാലോ. എള്ളിട കയറി പരിശോധിക്കും. ആരോടും ഒരു കോംപ്രമൈസും ഇല്ലാത്ത ആളാ അവർ. കേസിൽ അവരാരെയൊക്കെ സംശയിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഒരുപക്ഷെ താനുമായി ബന്ധപ്പെട്ട എല്ലാവരും ഉണ്ടാവും. ഏത് നിമിഷവും ചോദ്യം ചെയ്യാൻ അവർ ഇവിടെ കയറി വരും. അതൊന്നും എനിക്ക് തടയാൻ പറ്റില്ല. തടയണമെന്ന് ആര് പറഞ്ഞു? അവര് വരട്ടെ, ചോദിക്കാനുള്ളതൊക്കെ ചോദിക്കട്ടെ. പക്ഷേ സത്യത്തെ വളച്ചൊടിക്കാനൊന്നും പറ്റില്ലല്ലോ. വളച്ചൊടിക്കേണ്ട ഒരു കാര്യവുമില്ല. ഇപ്പൊ തന്നെ തെളിവുകളെല്ലാം തനിക്കും തന്റെ വീട്ടുകാർക്കും എതിരാ.
പ്രിയ, ഇനി നിനക്ക് സമാധാനമായിട്ട് ജീവിക്കാം. കത്തിയാമരുന്നത് നിന്റെ ദുർവിധിയ. സന്തോഷായിട്ട് എനിക്കിനി ഒരു കുടുംബജീവിതം നയിക്കാം. ഇനി നീ ആരെയും പേടിക്കണ്ട. മാഡം, അവിനാശിനെ ക്ഷേത്രത്തിൽ കൊണ്ടുവന്നതിന് ശേഷം പരിസരം നിരീക്ഷിക്കാൻ വേണ്ടി കാറിൽ നിന്ന് ഇറങ്ങിപ്പോയതായിരിക്കാം. എന്നിട്ട് അയാൾ എന്തുകൊണ്ട് തിരിച്ചു വന്നില്ല? തിരിച്ചു വന്നു കാണും മാഡം. ആ സമയത്ത് ആളുകൾ കൂടിയിരിക്കുന്നത് കണ്ട് ഭയന്ന് പോയ അയാൾ അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഓടിപ്പോയതാകാം. ഇനി ഇവിടെ നിന്നാൽ താൻ കേസിൽ പ്രതിയാകുമെന്ന് അയാൾക്കറിയാം. അല്ലെങ്കിൽ തന്നെ അയാൾക്ക് CI അവിനാശിനെ കൊന്നിട്ട് എന്താ കാര്യം? സ്റ്റേഷനിൽ കയറി DKയും അനന്തരവന്മാരും കൂടി CI അവിനാശിനെ കൊല്ലാൻ ശ്രമിച്ചത് മുതൽ ആദ്യ ഹോസ്പിറ്റലിലും പിന്നെ വൈദ്യനെ കൊണ്ടുവന്ന് അവിനാശിനെ പഴയ നിലയിലാക്കാൻ മുൻകൈയെടുത്തതുമല്ല ഈ ജാവേദ് ഷാജിയായിരുന്നു. ആ നിലയ്ക്ക് അയാളെ സംശയിക്കണം മാഡം. ആ DK തന്നെ ആയിരിക്കും മാഡം ഇതിന് പിന്നിൽ. ഇറ്റ്സ് ചാൻസ് ആവാം. DKക്ക് CI അവിനാശിനോട് ശത്രുതയുണ്ടായിരുന്നു. പക്ഷേ അവിനാശിനെ കൊല്ലാൻ തക്ക എല്ലാ കാരണവും ഉണ്ടായിരുന്നിട്ടും ഓരോ തവണയും DK അയാളുടെ ജീവൻ ബാക്കി വെച്ചിരുന്നു. എന്തുകൊണ്ട്? 2 കാരണങ്ങളാണുള്ളത്. ഒന്ന്, എത്ര കുറ്റവാളിയാണെങ്കിലും അവിനാശ് തന്റെ മരുമകളുടെ സഹോദരനാണെന്നുള്ള പരിഗണന. 2, അവിനാശിനെ കൊന്നാൽ താൻ ജയിലിൽ പോകേണ്ടി വരുമെന്ന് DKക്ക് നല്ലപോലെ അറിയാം. പിന്നെയുള്ളത് അയാളുടെ ഭാര്യ അടക്കമുള്ള സ്ത്രീകളാണ്. ജ്യോതി, സൂര്യ, പ്രിയ, ആശ. പക്ഷേ ഇവർക്കൊന്നും ഒരു മർഡർ പ്ലാൻ ചെയ്യാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. പിന്നെയുള്ളത് സുധാകരൻ നായരാണ്. ഇയാൾക്ക് എന്തായിരുന്നു ജോലി? ഇയാളൊരു പത്രത്തിന്റെ പ്രൂഫ് റീഡർ ആയിരുന്നു മാഡം. പ്രൂഫ് റീഡർ. ഏതു വാർത്തയും ആദ്യം വായിക്കുന്ന ആൾ. സംശയിക്കാം, ഉറപ്പായും സംശയിക്കാം. പക്ഷേ അതിനു മുമ്പ് ആദ്യം നമുക്ക് കിട്ടേണ്ടത് അവനെയാണ്. അവിനാശിനെ സഹായിച്ച ആ വ്യക്തി, ആ മരണത്തിന് തൊട്ടു മുൻപ് വരെ കൂടെ ഉണ്ടായിരുന്നയാൾ. അവൻ എവിടെ പോയി? ആരാണ് അവനെ പർച്ചേസ് ചെയ്തത്? ആ ചോദ്യത്തിന് ഉത്തരം കിട്ടിയാൽ പിന്നെ നമുക്ക് DKയിലേക്കും ജ്യോതിയിലേക്കും നടന്നു കയറാം. DKയും ജ്യോതിയും എല്ലാത്തിന്റെ സംരക്ഷകരവരാ. ജാവേദിനെ പർച്ചേസ് ചെയ്തത് അവരായിരിക്കും. മാഡം, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അനുസരിച്ച് CI അവിനാശ് കഴിച്ച മദ്യത്തിലാണ് വിഷം കലർന്നിരിക്കുന്നത്. മദ്യക്കുപ്പിയും ബിവറേജിന്റെ ബില്ലും നമുക്ക് വണ്ടിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് മാഡം. Then who? ആരാണ് മദ്യത്തിൽ വിഷം കലർത്തിയത്? ആ CCTV ഫുട്ടേജ് കിട്ടിയോ? ഇല്ല മാഡം. വൈ? അവിടുത്തെ CCTV കേടായിട്ട് കുറച്ച് നാളായി മാഡം. തൊട്ടടുത്തൊന്നും വേറെ CCTV ഇല്ലേ? ഇല്ല മാഡം. ഒന്നുകൂടി ഒന്ന് അന്വേഷിക്കടോ. ആരുടെങ്കിലും വീട്ടിലോ വല്ല കടയിലോ എന്തെങ്കിലും എവിഡൻസ് കിട്ടുമോ നോക്കാം. നോക്കാം മാഡം. ആരാ ഈ ഹരികുമാര മേനോൻ? എന്തേ അയാളുടെ പേര് ഇതിലില്ലാതെ പോയത്? ഒരു വലിയ ലിങ്കാണ് നിങ്ങൾ മിസ് ചെയ്തത്. സ്വന്തം മകൻ കൊല്ലപ്പെട്ടതിന്റെ വൈരാഗ്യം അവിനാശിനോട് അയാൾക്കുണ്ടാവില്ലേ? വിളിപ്പിക്കണം. അയാളെ മാത്രമല്ല, ആ സുധാകരൻ നായരെയും. സ്വന്തം മകൾ സമാധാനത്തോടെ ജീവിക്കാൻ വേണ്ടി ഏതൊരച്ഛനും വേണമെങ്കിൽ മകളുടെ പൂർവ്വകാമുകനെ ഒഴിവാക്കാൻ ഇതുപോലൊരു പദ്ധതി ആസൂത്രണം ചെയ്യാം. കറക്റ്റ് അല്ലേ? അതെ മാഡം. Then quick. നമുക്കാദ്യം അവരിൽ നിന്ന് തുടങ്ങാം.
കാർഡിയോളജിസ്റ്റിനെ കാണാൻ പോകുന്ന കാര്യം ജ്യോതിയോട് പറഞ്ഞാ അപ്പൊ എന്തിനാണെന്ന് ചോദിക്കും. ECG വേരിയേഷൻ ഉണ്ടെന്ന കാര്യം ജ്യോതിയോട് എങ്ങനെ പറയും? എന്തുപറ്റി? ആ ഡോക്ടർ വിളിച്ച മാറ്റി നിർത്തി സംസാരിച്ചതിന് ശേഷമാണല്ലോ ഈ ഗൗരവം. അതോ ഇനി വേറെന്തെങ്കിലും പ്രശ്നം? കാർഡിയോളജിസ്റ്റിനെ കാണാനാണെന്ന് പറഞ്ഞാൽ എന്റെ ഹൃദയത്തിന് എന്താണ് കുഴപ്പമെന്ന് ചോദിക്കും. മറ്റെന്തെങ്കിലും പറഞ്ഞാലോ? ഇരിക്കിരിക്കെ. പത്രത്തിലായിരുന്നു അല്ലേ ജോലി? അതെ. നിങ്ങൾ പട്ടാളത്തിലായിരുന്നല്ലേ? അതെ. അപ്പോ ഒരാളെ കൊല്ലാനുള്ള ധൈര്യം ഉണ്ടാവും. പട്ടാളക്കാരൻ കൊല്ലുന്നത് രാജ്യത്തിന് വേണ്ടിയാ സാറേ. അവിനാശിനെ കൊന്നതും രാജ്യത്തിന് വേണ്ടിയാണോ? മകനെ കൊന്നതിനുള്ള പ്രതികാരമല്ലേ? ഞാൻ കൊന്നിട്ടില്ല. കൊന്നെങ്കിൽ അത് ഏറ്റെടുക്കാൻ എനിക്ക് മടിയില്ല. ഞാൻ ഈ നാട്ടിലെ നിയമവ്യവസ്ഥയെ ബഹുമാനിക്കുന്നവനാ. അവിനാശിനെ കൊല്ലാൻ പോയിട്ട് കിട്ടിയത് ഷാജിയെ. അവനിട്ട് ശരിക്കും കൊടുത്തു അല്ലേ? കൊടുത്തു സാറേ. അന്ന് അവിനാശിനെ കിട്ടിയിരുന്നെങ്കിൽ കൊന്നേനെ ഞാൻ. എന്റെ മകളെ അത്രയ്ക്ക് ദ്രോഹിച്ചിട്ടുണ്ടവൻ. അപ്പൊ അവിനാശിനെ കൊല്ലാൻ നിങ്ങൾ ആഗ്രഹിച്ചു? വളരെ ബുദ്ധിപരമായിട്ടാണ് നടപ്പിലാക്കിയതല്ലേ? ഇനി അത് എങ്ങനെയാണെന്ന് കൂടി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പണി അവസാനിപ്പിക്കാം. മാഡം വന്നു കഴിഞ്ഞാൽ സംഗതി സീരിയസ് ആവും. അതിനു മുമ്പ് ഉള്ള സത്യം ഞങ്ങളോടങ്ങ് പറഞ്ഞേക്ക്. അതാ നല്ലത്. DK ദേവകൃഷ്ണ തകർന്ന് തരിപ്പണമായി പോയ അമരാവതി വീടിനെ ചങ്കൂറ്റം കൊണ്ട് ആകാശത്തോളം വളർത്തിയ ഒറ്റയാൻ. മക്കൾക്കും മരുമക്കൾക്കും താങ്ങും തണലുമായ അമ്മായച്ചൻ. അമരാവതിയുടെ നെടുന്തൂൺ. ജ്യോതി DKയുടെ ഭാര്യ. നിന്റെ അനിയത്തിക്ക് വേണ്ടിയാണ് CI അവിനാശിനെ DK സ്റ്റേഷനിൽ കയറി കൈയും കാലും തല്ലി ഒടിച്ചത്. പിന്നെ ഇപ്പൊ കൊന്നുകളഞ്ഞതും. എന്റെ ഏട്ടൻ ആരെയും കൊന്നിട്ടില്ല. അത് നീയാണോടി തീരുമാനിക്കുന്നത്? ഇയാളല്ലെങ്കിൽ പിന്നെ നീയാണോ കൊന്നത്? ഞാൻ ആരെയും കൊന്നിട്ടില്ല. ഓഹോ, ഞാൻ കൊന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ മറ്റാരെങ്കിലും കൊന്നതാവാം. അതുമല്ലെങ്കിൽ മറ്റാരെ കൊണ്ടെങ്കിലും കൊല്ലിച്ചതുമാവാം. അപ്പോ കൊട്ടേഷൻ കൊടുത്ത്